ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. നമുക്കിന്നിവിടെ PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള മുൻകാല ചോദ്യപേപ്പറുകളിൽ നിന്ന് PSC ആവർത്തിച്ച് ചോദിച്ചിട്ടുള്ള കണക്കിലെ കുറച്ച് ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. എയുടെ B ശതമാനവും Bയുടെ A ശതമാനവും കൂട്ടിയാൽ ABയുടെ എത്ര ശതമാനമാണ്? എയുടെ B ശതമാനം A ഇൻറ്റു B/100 പ്ലസ് കൂട്ടിയാൽ എന്ന് പറഞ്ഞാൽ അപ്പോൾ പ്ലസ് ബിയുടെ എ ശതമാനം B ഇൻറ്റു A/100. പിന്നെ എന്താ ചോദിച്ചിരിക്കുന്നത്? എ ബിയുടെ എത്ര ശതമാനമാണ്? അപ്പോൾ എയുടെ B ശതമാനം A ഇൻറ്റു B/100 പ്ലസ് ബിയുടെ എ ശതമാനം B ഇൻറ്റു A/100 ഈക്വൽ ടു എ ബിയുടെ എത്ര ശതമാനം? എ ബി ഇൻറ്റു എത്ര എന്നുള്ളത് നമ്മൾ എക്സ് കൊടുത്തു, X/100. ഇനി എയുടെ B ശതമാനം AB/100 പ്ലസ് ബിയുടെ എ ശതമാനവും AB തന്നെ AB/100 ഈക്വൽ ടു AB ഇൻറ്റു X/100. നമ്മളിനി AB പ്ലസ് AB 2AB/100 ഈക്വൽ ടു ABX/100. നമുക്ക് കാണേണ്ടത് എക്സ് മാത്രം അവിടെ നിർത്താം. എക്സ് ഈസ് ഈക്വൽ ടു ഇവിടെ 2AB/100. ഇനി ഈ AB/100 ഇവിടെ വരുമ്പോൾ എന്തായി? ഇൻറ്റു 100/AB. 100 ക്യാൻസൽ, AB ക്യാൻസൽ. ആൻസർ എത്ര? 2. എയുടെ B ശതമാനവും ബിയുടെ എ ശതമാനവും കൂട്ടിയാൽ ABയുടെ 2%. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ ലഭിച്ചതും ആ സംഖ്യകളുടെ ഗുണനഫലവും തുല്യം. അവയിൽ ഒരു സംഖ്യ 5 ആയാൽ അടുത്ത സംഖ്യ ഏത്? ഇപ്പോൾ നമുക്ക് സംഖ്യകൾ എയും ബിയും എടുക്കാം. രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ A മൈനസ് B, അവയുടെ ഗുണനഫലം AB. നമുക്ക് ഒരു സംഖ്യ തന്നിട്ടുണ്ട്, അവയിൽ ഒരു സംഖ്യ ലെറ്റ് A is equal to 5. എയുടെ സ്ഥാനത്ത് എന്ത് കൊടുക്കാം? 5. 5 മൈനസ് B is equal to 5B. നമുക്ക് 5B പ്ലസ് B 5B പ്ലസ് B ഈക്വൽ ടു 5. 5B പ്ലസ് B 6B. 6B ഈക്വൽ ടു 5. B is equal to 5/6. ഇതാണ് നമ്മുടെ ഉത്തരം. B is equal to 5/6. ഇപ്പോൾ രണ്ട് സംഖ്യകൾ തമ്മിൽ കുറച്ചപ്പോൾ എന്ന് പറയുമ്പോൾ രണ്ട് സംഖ്യ, ഒരു സംഖ്യ എയും അടുത്ത സംഖ്യ ബിയും, A മൈനസ് B തുല്യമാണ്. എന്തിനോട് തുല്യം? അവയുടെ ഗുണനഫലത്തിനോട്. ഗുണനഫലം A ഇൻറ്റു B. A മൈനസ് B ഈസ് ഈക്വൽ ടു A ഇൻറ്റു B. A എന്നാൽ ഒരു സംഖ്യ തന്നിട്ടുണ്ട്, A ഈസ് ഈക്വൽ ടു 5. അപ്പോൾ നമ്മൾ 5 മൈനസ് B ഈക്വൽ ടു 5B. 5B മൈനസ് B ഇങ്ങോട്ട് കൊണ്ടുവന്നു, 5B പ്ലസ് B ഈക്വൽ ടു 5. 6B ഈസ് ഈക്വൽ ടു 5. B ഈസ് ഈക്വൽ ടു 5/6. 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക എത്ര? നമുക്കറിയാം 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളാണ് ചോദിച്ചിരിക്കുന്നത്. എണ്ണൽ സംഖ്യകളുടെ തുക എത്രയാ? n ഇൻറ്റു n പ്ലസ് 1/2. നമ്മൾ 10ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. എണ്ണൽ സംഖ്യകളുടെ തുക n ഇൻറ്റു n പ്ലസ് 1/2. അപ്പോൾ ഇവിടെ n എത്രയാ? 50. 1 മുതൽ 50 വരെയുള്ള സംഖ്യകൾ n ഈസ് ഈക്വൽ ടു 50. നമുക്ക് എങ്ങനെ എഴുതാം? തുക n 50 ഇൻറ്റു n പ്ലസ് 1 50 പ്ലസ് 1/2. 50 25 വട്ടം ഈക്വൽ ടു 25 ഇൻറ്റു 50 പ്ലസ് 1 51. 25 ഇൻറ്റു 51 എത്ര വരും? 5 2 5 7 2 1275. അപ്പോൾ നമുക്ക് എത്രയാണ്? 1 മുതൽ 50 വരെയുള്ള എണ്ണൽ സംഖ്യകളുടെ തുക 1275. 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയറിൻ്റെ വില എന്ത്? അപ്പോൾ നമുക്ക് തന്നിരിക്കുന്നത് 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയർ. കാണുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ 8, 9, 10 ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ട് A സ്ക്വയർ മൈനസ് B സ്ക്വയർ അല്ലേ? അതിൻ്റെ രൂപം A സ്ക്വയർ മൈനസ് B സ്ക്വയർ ഈക്വൽ ടു A പ്ലസ് B into a minus b
അപ്പോൾ ഇവിടെ 203 സ്ക്വയർ, എ എന്ന് പറഞ്ഞാൽ 203, എ സ്ക്വയർ 203 സ്ക്വയർ, ബി എന്തെടുക്കാം 197, അപ്പോൾ ബി സ്ക്വയർ 197 സ്ക്വയർ, എ പ്ലസ് ബി 203 പ്ലസ് 197 ഇൻറ്റു എ മൈനസ് ബി 203 മൈനസ് 197. 203 പ്ലസ് 197 എത്ര വരും? 7 10 400 ഇൻറ്റു 203 മൈനസ് 197 6. അപ്പോൾ നമുക്ക് 6 കിട്ടി. 6 × 4 24, 2400. അപ്പോൾ നോക്കാം 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയർ. ഇത് ഏത് ഫോമിലാണ് എടുക്കുന്നത്? നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരുന്ന ഇക്വേഷൻ എന്താ? എ സ്ക്വയർ മൈനസ് സ്ക്വയർ, എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്താ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. 203 സ്ക്വയർ മൈനസ് 197 സ്ക്വയർ, 203 പ്ലസ് 197 ഇൻറ്റു 203 മൈനസ് 197, 203 പ്ലസ് 197 400 ഇൻറ്റു 203 മൈനസ് 197 6, 400 ഇൻറ്റു 6 2400. ഒരു ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും 8:5 എന്ന അംശബന്ധത്തിലാണ്. പെൺകുട്ടികളുടെ എണ്ണം 25 ആയാൽ ആകെ കുട്ടികൾ എത്ര? ക്ലാസ്സിൽ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിലുള്ള അംശബന്ധം. അപ്പോൾ നമുക്ക് ആൺകുട്ടികൾ ബി ബോയ്സ്, ബി ഈസ് ടു ജി, ബോയ്സ് ഈസ് ടു ഗേൾസ്, 8:5. അപ്പോൾ ബി ഈസ് ടു ജി നമുക്ക് എത്ര തന്നിരിക്കണേ? 8:5. അതിൽ നമുക്ക് ഗേൾസിൻ്റെ എണ്ണം തന്നിട്ടുണ്ട്. ജി ഈസ് ടു 25, ജി ഈസ് ഈക്വൽ ടു 25. അപ്പോൾ നമുക്കിതിനെ ബി ബൈ ജി ഈക്വൽ ടു 8/5. ബി ബൈ ജി എന്നാൽ എത്രയാണ്? 25 ഈക്വൽ ടു 8/5. ബി ഈസ് ഈക്വൽ ടു 8/5, 25 ഇവിടെ വരുമ്പോൾ അത് ഇൻറ്റു 25 കിട്ടി പറഞ്ഞു. 18 40. അപ്പോൾ നമുക്കിതെന്താ? ബോയ്സിൻ്റെ എണ്ണം ബി ഈസ് ഈക്വൽ ടു ബോയ്സ് ഈസ് ഈക്വൽ ടു 40, ഗേൾസ് 25. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ? ചോദ്യത്തിൽ എന്താ ചോദിച്ചിരിക്കണേ? ആകെ കുട്ടികൾ, ടോട്ടൽ ആകെ കുട്ടികൾ. ബോയ്സിൻ്റെ എണ്ണം 40 പ്ലസ് ഗേൾസിൻ്റെ എണ്ണം 25, ടോട്ടൽ എത്ര വരും? 65. ആകെ എത്ര കുട്ടികൾ? 65 കുട്ടികൾ. ബി ഈസ് ടു ജി ബോയ്സിൻ്റെ എണ്ണം ഗേൾസിൻ്റെ എണ്ണം തമ്മിലുള്ള അംശബന്ധം 8:5. അപ്പോൾ നമ്മൾ ബി ബൈ ജി ഈക്വൽ ടു 8/5. ബി ബൈ ജി എന്ന് പറഞ്ഞാൽ 25, ഗേൾസിൻ്റെ എണ്ണം 25 ഈക്വൽ ടു 8/5. ബി ഈസ് ഈക്വൽ ടു 8/5 ഇൻറ്റു 25, 5 ടൈംസ് 40. ബോയ്സിൻ്റെ എണ്ണം 40, ഗേൾസിൻ്റെ എണ്ണം 25. നമ്മുടെ ആകെ കുട്ടികൾ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ 40 പ്ലസ് 25 65. ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കാം. എക്സ് പ്ലസ് 2/xൻ്റെയും എക്സ് മൈനസ് 2/xൻ്റെയും ശരാശരി. ശരാശരി കാണാൻ എന്താ ചെയ്യുക? നമ്മൾ ശരാശരി ആകെ തുക ബൈ എണ്ണം, ടോട്ടൽ ഒബ്സർവേഷൻ ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ചോദ്യങ്ങൾ എന്തൊക്കെയാണ്? എക്സ് പ്ലസ് 2/x പ്ലസ് എക്സ് മൈനസ് 2/x അതിൻ്റെ ശരാശരി ബൈ 2, രണ്ട് നമ്പേഴ്സ് ആവുമ്പോൾ ബൈ 2 ഈക്വൽ ടു എക്സ് പ്ലസ് 2/x എക്സ് മൈനസ് 2/x, ഡിനോമിനേറ്റർ 2x ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ചെയ്യാം. എക്സ് പ്ലസ് എക്സ് 2x പ്ലസ് 2 മൈനസ് 2 ക്യാൻസൽഡ്, 2x ഡിനോമിനേറ്റർ എന്താ? എക്സ് ബൈ എക്സ്, പിന്നെ ഇവിടെ ബൈ 2. ഇനി നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഈക്വൽ ടു 2x ബൈ എക്സ് ബൈ 2 എന്തായി? ഇൻറ്റു ഡിവിഷൻ ഇൻറ്റു ആയി 2യുടെ റെസിപ്രോക്കൽ 1/2, 2 ക്യാൻസൽഡ്, x ക്യാൻസൽഡ് ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് എക്സ് പ്ലസ് 2/xൻ്റെയും എക്സ് മൈനസ് 2/xൻ്റെയും ശരാശരി എത്രയാണ്? 1. ശരാശരി കാണാൻ ആകെ തുക എക്സ് പ്ലസ് 2/x പ്ലസ് എക്സ് മൈനസ് 2/x ബൈ എണ്ണം, രണ്ട് നമ്പേഴ്സ് ആയതുകൊണ്ട് ബൈ 2. നമുക്ക് എന്ത് കിട്ടി? 1. അപ്പം ശരാശരി എത്രയാണ്? 1. 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഒരു ഗോളം ഉരുക്കി 12 സെൻറ്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ വൃത്തസ്തൂപികയുടെ ഉയരമുണ്ട്. അപ്പോൾ നമുക്ക് 6 സെൻറ്റിമീറ്റർ വ്യാസമുള്ള ഗോളം ഉരുക്കി, ഇപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തവും 12 സെൻറ്റിമീറ്റർ പാദവ്യാസമുള്ള വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോളത്തിൻ്റെ വ്യാപ്തവും വൃത്തസ്തൂപികയുടെ വ്യാപ്തവും തുല്യമാണ്. ഗോളത്തിൻ്റെ വ്യാപ്തം
ഗോളത്തിൻ്റെ വ്യാപ്തം എത്രയാണ് വരുന്നത്? ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 പൈ ആർ ക്യൂബ്. വൃത്തസ്തൂപികയുടെ വ്യാപ്തം വൃത്തസ്തൂപികയുടെ വ്യാപ്തം 1/3 പൈ ആർ സ്ക്വയർ എച്ച്. ഇപ്പോൾ നമുക്കിവിടെ ഗോളത്തിൻ്റെ വ്യാസം തന്നിരിക്കണം. വ്യാസം ആരം കാണാൻ എന്ത് ചെയ്യും? വ്യാസം ഡയമീറ്റർ ബൈ 2, വ്യാസം 6/2 3 സെൻറ്റിമീറ്റർ ഗോളത്തിൻ്റെ. ഇനി നമുക്ക് തന്നിരിക്കുന്നത് എന്താ? വൃത്തസ്തൂപികയുടെ പാദവ്യാസം. അത് എത്ര തന്നിരിക്കുന്നത്? 12 സെൻറ്റിമീറ്റർ. 12/2 6 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഗോളത്തിൻ്റെ ആരം വൃത്തസ്തൂപികയുടെ പാദാരം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 പൈ ആർ ക്യൂബ്. ആറിനോട് എന്ത് കൊടുക്കും? 3 ക്യൂബ് ഈക്വൽ ടു വൃത്തസ്തൂപികയുടെ 1/3 പൈ ആർ സ്ക്വയർ 6 സ്ക്വയർ ഇൻറ്റു എച്ച്. 3 ക്യാൻസൽ, 5 ക്യാൻസൽ. 4 ഇൻറ്റു 3 ക്യൂബ്. 3 × 3 × 3 27 ഈക്വൽ ടു 3 ക്യൂബ്. 6 സ്ക്വയർ 36 ഇൻറ്റു എച്ച്. നമുക്ക് എച്ച് കാണാൻ എന്ത് ചെയ്യണം? എച്ച് ഇസ് ഈക്വൽ ടു 4 ഇൻറ്റു 27/36. 4 36 9 ടൈംസ് 9 27 3 ടൈംസ് നമുക്ക് 3 കിട്ടി. അപ്പോൾ വൃത്തസ്തൂപികയുടെ വ്യാപ്തം ഉയരം എച്ച് ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. അപ്പോൾ നമുക്ക് നോക്കാം, ഗോളത്തിൻ്റെ വ്യാപ്തവും വൃത്തസ്തൂപികയുടെ വ്യാപ്തവും തുല്യമാണ്. കാരണം ഒരു ഗോളം ഉരുക്കി വൃത്തസ്തൂപിക നിർമ്മിച്ചാൽ എന്ന് പറഞ്ഞാൽ ഗോളത്തിൻ്റെ വ്യാപ്തവും വൃത്തസ്തൂപികയുടെ വ്യാപ്തവും തുല്യമാണ്. അപ്പോൾ നമുക്ക് ഗോളത്തിൻ്റെ വ്യാപ്തം 4/3 പൈ 3 ക്യൂബ്. വൃത്തസ്തൂപികയുടെ 1/3 പൈ 6 സ്ക്വയർ ഇൻറ്റു എച്ച്. നമുക്ക് ഹൈറ്റ് വൃത്തസ്തൂപികയുടെ ഉയരം എന്ത് കിട്ടി? എച്ച് ഇസ് ഈക്വൽ ടു 3 സെൻറ്റിമീറ്റർ. 1 and 4/7 പ്ലസ് 7 and 1/3 പ്ലസ് 3 and 3/5 ഈക്വൽ ടു ഡാഷ്. നമുക്ക് തന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ 1 and 4/7 7 and 1/3 പ്ലസ് 3 and 3/5. ഇതെല്ലാം മിക്സഡ് ഫ്രാക്ഷനിൽ തന്നിരിക്കണം, അതായത് മിശ്രഭിന്നത്തിൽ. നമ്മളിതിനെ എന്താക്കണം? ഇംപ്രോപ്പർ ആക്കണം. ഇംപ്രോപ്പർ ഫ്രാക്ഷൻ എന്ന് പറഞ്ഞാൽ വിഷമഭിന്നം. അപ്പോൾ നോക്കാം, 1 × 7 7 + 4 11 11/7 11/7 പ്ലസ് 7 × 3 21 21 22/3 പ്ലസ് 3 × 5 15 18/5. അപ്പോൾ നമുക്കിതിൻ്റെ ഡിനോമിനേറ്റർ വ്യത്യസ്തമായ ഡിനോമിനേറ്ററാണ്. അപ്പോൾ നമ്മൾ ഡിനോമിനേറ്റർ സെയിം ആക്കിയാലേ നമുക്കിതിൻ്റെ അഡീഷൻ നടക്കുള്ളൂ, ഇത് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. 7 × 3 × 5 ഈക്വൽ ടു 105. 11/7 7 നമുക്ക് 105 ആക്കണം. അപ്പോൾ 11 × 15 5 5 165 165/105 പ്ലസ് 22 × 22/3 22 × 50 35 35 70 770 770/105 plus 18/5 18 × 21 378 378/105. അപ്പോൾ നമുക്ക് 165/105 770/105 378/105 എല്ലാം കൂടെ ആഡ് ചെയ്ത് നോക്കാം. 165 പ്ലസ് 770 പ്ലസ് 378 8 5 13 7 7 14 21 3 2 5 5 7 12 13 1313 1313/105. ഇതാണ് നമ്മുടെ ഉത്തരം 1313/105. ക്ലോക്കിൽ സമയം 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? അപ്പോൾ നമുക്ക് ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? ഇതാണ് നമ്മുടെ ചോദ്യം. നമുക്കിതിന് സിമ്പിളായിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇക്വേഷൻ 30h - 11/2. അപ്പം നമുക്ക് തന്നിരിക്കുന്നത് 10 മണി
30. എച്ച് എന്ന് പറഞ്ഞാൽ മണിക്കൂർ, 10 എം എന്ന് പറഞ്ഞാൽ മിനിറ്റ്. ഇവിടെ മിനിറ്റ് 0 ആണ്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ഇതിനെ 30 എച്ച് ഇട്ട് ചെയ്യും. 30 എച്ച് 30 ഇൻറ്റു എച്ച് എന്ന് പറഞ്ഞാൽ 10. എത്ര കിട്ടി? 300. പക്ഷെ നമുക്കിപ്പോഴും 180 അതിന് താഴെയായിരിക്കണം നമ്മുടെ ആൻസർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 360 മൈനസ് 300. 360 കിട്ടിയ ഉത്തരത്തെ 360 നിന്ന് മൈനസ് ചെയ്യുക. നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി. 360 മൈനസ് 300 60 ഡിഗ്രി. അപ്പോൾ ക്ലോക്കിൽ 10 മണിയാകുമ്പോൾ മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും നിർണ്ണയിക്കുന്ന കോൺ എത്ര? അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 60 ഡിഗ്രി. 30 ഇൻറ്റു 10 300. അപ്പോൾ എപ്പോഴും 180 താഴെ. അപ്പോൾ 360 മൈനസ് കിട്ടിയ ഉത്തരം 300. 360 മൈനസ് 300 60 ഡിഗ്രി. തന്നിരിക്കുന്ന വാക്യത്തിൽ ഇൻറ്റു എന്ന ചിഹ്നം പ്ലസിനെയും പ്ലസ് എന്ന ചിഹ്നം ഡിവിഷനെയും മൈനസ് എന്ന ചിഹ്നം ഇൻറ്റുവിനെയും ഡിവിഷൻ എന്ന ചിഹ്നം മൈനസിനെയും സൂചിപ്പിക്കുന്നു എങ്കിൽ 6 ഇൻറ്റു 4 മൈനസ് 5 പ്ലസ് 2 ഡിവിഷൻ 1 അതിൻ്റെ വില എത്ര? 6 ഇൻറ്റു 4 മൈനസ് 5 പ്ലസ് 2 ഹരണം 1. അപ്പോൾ നമ്മളോട് ചിഹ്നം മാറ്റി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. 6 ഇൻറ്റു എന്ന ചിഹ്നത്തിന് പകരം നമ്മൾ പ്ലസ്. അപ്പോൾ 6 പ്ലസ് 4 ഇൻറ്റു എന്ന ചിഹ്നത്തിന് പകരം പ്ലസ് ആഡ് ചെയ്യാം. പ്ലസ് ഇടാൻ പറഞ്ഞു. മൈനസ് എന്ന ചിഹ്നത്തിന് പകരം എന്താ? മൈനസ് എന്ന ചിഹ്നത്തിന് പകരം ഇൻറ്റു. അപ്പോൾ ഇൻറ്റു 5 പ്ലസ് എന്ന ചിഹ്നത്തിന് പകരം ഡിവിഷൻ ഹരണം. അപ്പോൾ പ്ലസ് എന്ന ചിഹ്നത്തിന് പകരം ഹരണം 2. ഹരണം എന്ന ചിഹ്നത്തിന് പകരം മൈനസ്. അപ്പോൾ നമുക്ക് 6 പ്ലസ് 4 ഇൻറ്റു 5 ഹരണം 2 മൈനസ് 1. നമ്മളിവിടെ ബോഡ് മാസ് റൂൾ അനുസരിച്ച് ചെയ്യാൻ പോവാണ്. ബോഡ് മാസ് റൂൾ എല്ലാവർക്കും അറിയാലോ. ബോഡ് മാസ് റൂൾ എന്ന് പറഞ്ഞാൽ എന്താ? ബ്രാക്കറ്റ് ഓഫ് ഡിവിഷൻ, മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, സബ്ട്രാക്ഷൻ. ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ അത് ആദ്യം ചെയ്യാം, പിന്നെ ഡിവിഷൻ, പിന്നെ മൾട്ടിപ്ലിക്കേഷൻ, അഡിഷൻ, ലാസ്റ്റ് സബ്ട്രാക്ഷൻ. നമ്മളിവിടെ എന്ത് ചെയ്യുന്നു? 6 പ്ലസ് 20/2 20/2 മൈനസ് 1. 6 പ്ലസ് 10 മൈനസ് 1. 16 6 പ്ലസ് 10 16 മൈനസ് 1 15.